കടിച്ചോ. Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെന്തോ ഷോർട്സ് ബേസ് ആയിട്ട് ഒരു 1 മിനിറ്റ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടുണ്ട്. 2-3 ദിവസമല്ല, ഒരു 1 വീക്ക് ആയിട്ടുണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോഴും സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, സൗണ്ടിന്റെ തകരാറുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഗൈസ് നമുക്കപ്പോൾ ആദ്യം തന്നെ ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ജീരകശാലയുടെ അരിയാണ് കേട്ടോ. മറ്റേ ആ ചെറുമണി അരിയില്ല, എനിക്ക് എന്തോ വലിയ അരിനേലും ഇത്രയും കൂടെ ഇഷ്ടം ആ ഒരു അരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതാണ് ഇവിടെ വാങ്ങിച്ചേക്കണത്. എനിക്ക് വീട്ടിലെ അമ്മയും ഇതേപോലെ തന്നെയാണ് ഈ അരിയാണ് ഉണ്ടാക്കി തന്നത്. പിന്നെ അഖിലിനും ഈ അരിയാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങളപ്പോ ഈ അരിയാണ് മിക്കപ്പോഴും ബിരിയാണി റൈസ് ഒക്കെ വെക്കാൻ നേരത്ത് വാങ്ങിക്കണത്. അപ്പൊ നമ്മ പേര് മറക്കരുത്, ജീരകശാല എന്ന് പറഞ്ഞ റൈസാണ് നമ്മളിവിടെ എടുത്തേക്കണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളിത് സവാളയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സന്ധ്യ എപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ കയറിയേക്കണത്. അപ്പോൾ അത് കാരണം വേഗം ഇരുട്ടണതിന് മുമ്പൊക്കെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗൈസ്, വെളുത്തുള്ളി വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ ഈ ഒരു ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. അതാകുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല, നിമിഷ നേരം കൊണ്ട് എല്ലാം സെറ്റാവും. അങ്ങനത്തെ ആ പേസ്റ്റ് 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റേണിൻ്റെ ആണത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് അങ്ങനെ നമ്മുടെ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഗീ ആഡ് ചെയ്യണം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ 2 ടീസ്പൂൺ നെയ്യാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കണം. സോ ഗൈസ്, നമ്മളിപ്പോ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ആ സെയിം ഗ്ലാസ്സിലെ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അതിന് നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ പതുക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ അവിടെ ബാക്കി അവിടെ കിടന്ന് വെന്തോളും. അങ്ങനെ നമ്മളിത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചിക്കൻ കറിയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള ചിക്കൻ കറി റെഡിയാക്കാനാണ് പോണത്. അപ്പൊ അത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിപ്പോ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഇളക്കി കൊടുക്കണ്ട്. പിന്നെ അതേ നമ്മുടെ സവാള നമ്മൾ ഇവിടെ ഓൾറെഡി അരിഞ്ഞു വെച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യണ്ട കേട്ടോ.
നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വേണ്ട വേവൊക്കെ നല്ല കറക്റ്റില് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സവാള, ചിക്കൻ കറിയുടെ സവാള ഇവിടെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. സോ അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഏകദേശം ഒരു വേവൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിലെ നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. മസാലയൊക്കെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ പോണേ കേട്ടോ. ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കൊത്തി വെക്കാട്ടോ. ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ്റെ നമ്മ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം നമുക്കിത് വേവാൻ വേണ്ടി മൂടി വെക്കണം. സോ നമ്മളിത് നമ്മുടെ ബിരിയാണി റൈസിലേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയുമാട്ട നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കണം. വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഗായ്സ് ഫൈനലി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ നമ്മൾ മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ കാഷ്യൂവും എല്ലാം ഇട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി സ്റ്റിൽ പെൻഡിങ്ങിൽ കിടക്കണതാണ്. അവിടെ ശരിയാവുന്നുള്ളൂ. ഞാനിപ്പോൾ അതേ ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഗൈസ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യൂല, അത്ര ഉള്ളു. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി. കണ്ടില്ലേ, സെറ്റാണ് ഗൈസ്. നമുക്കിനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. സോ
ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് കഴിക്കാൻ പോണേ നല്ല ചൂടായിട്ടിരിക്കണേ. അപ്പൊ നമ്മള് ഇത് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കണേ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെയുള്ള വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് ലഭിക്കുന്നുള്ളൂ. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.